വരാൻ പോകുന്ന പോലീസ് അതുപോലെ ASM ഫയർഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് നമ്മൾ നോക്കുന്നത്. 50 ചോദ്യങ്ങളാണ്. 50 ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടി എന്നതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി കൂടെ എടുക്കുക. നോക്കി, അതിൽ ആദ്യത്തെ ചോദ്യം, ഐ നോ ദ ഗേൾ ഡാഷ് ഹാസ് ടോപ്ഡ് ഇൻ ദി എക്സാമിനേഷൻ. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യം റിലേറ്റീവ് പ്രോനൗണുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഏതാണ് ഉത്തരം വരുന്നത്? വാട്ട് ഉണ്ട്, ഹൂസ് ഉണ്ട്, വിച്ച് ഉണ്ട്, അതുപോലെ ഹൂ ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹൂ ആണ്. ഏത് വരുന്നൂടെ? ഹൂ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നോക്കി, നമ്മൾ മുമ്പ് നോക്കിയതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. തന്നിരിക്കുന്ന ചോദ്യം പേഴ്സണെ സൂചിപ്പിക്കുന്നു. തന്നിരിക്കുന്ന ചോദ്യം പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഡാഷ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഓക്സിലറി വെർബ് അല്ല എങ്കിൽ മെയിൻ വെർബ്. പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസുകൾ ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ് വന്നിട്ടുണ്ടെങ്കിൽ എന്തുത്തരം? ഹൂ അവിടെ ഉത്തരമായിട്ട് ഉപയോഗിക്കാം. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഹൂസ് ഉത്തരമായിട്ട് എഴുതാം. ഏതെഴുതാം? ഹൂസ് ഉത്തരമായിട്ട് എഴുതാം. ഇനി ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ്, പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് കഴിഞ്ഞിട്ട് ഒരു പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ പ്രോനൗൺ ഐ വി യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇത് കൂടാണ്ട് സംബഡി, സംവൺ, സംതിങ്, എനിബഡി, എനിവൺ, എനിത്തിങ്, നോബഡി, നോ വൺ, നത്തിങ്, നൺ. ഇങ്ങനെയുള്ള വാക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്തെഴുതാം? ഹൂം ഉത്തരമായിട്ട് എഴുതാം. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തില് സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന വാക്ക്, ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉത്തരം എഴുതാം? ദാറ്റ് ഉത്തരമായിട്ട് എഴുതാം. എന്തെഴുതാം? ദാറ്റ് ഉത്തരമായിട്ട് എഴുതാം. തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ, തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ നമുക്ക് എന്ത് ഉത്തരം എഴുതാം? വിച്ചു എഴുതാം, ദാറ്റും എഴുതാം. വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉത്തരമായിട്ട് എഴുതാം. വിച്ച് അല്ലെങ്കിൽ എന്തെഴുതാം? ദാറ്റ് ഉത്തരമായിട്ട് എഴുതാം. പ്ലേസിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ, സ്ഥലത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്തുപയോഗിക്കാം? വെയർ ഉപയോഗിക്കാം. സ്ഥലത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ ഡാഷിൽ വെയർ ഉപയോഗിക്കാം. ഇനി എന്താണ് എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ, എന്താണ് എന്ന അർത്ഥമാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്തുപയോഗിക്കണം? വാട്ട് എന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കണം. ഡു വാട്ട് ഐ സെഡ് അല്ലെങ്കിൽ ഡു വാട്ട് ഐ സേ എന്നൊക്കെ പറയും. അടുത്ത ചോദ്യം നോക്കിയേ, ഷീ ഡാഷ് സിംഗിങ് വെൻ ഐ എൻറ്റേർഡ് ദ റൂം. നോക്കിയേ, ഈസ് ഉണ്ട്, വിൽ ബി ഉണ്ട്, ഹാസ് ബീൻ ഉണ്ട്, അതുപോലെ വാസ് ഉണ്ട്. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഓപ്ഷനായിട്ടുള്ള വാസാണ്. കാരണം എന്താണ്? നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യം മുമ്പ് നോക്കിയിട്ടുണ്ട്. തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഒരു ഭാഗം എന്ത് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? വാസ് അല്ലെങ്കിൽ വെയർ, വാസ് ഓർ വെയർ പ്ലസ് ING വരുന്നതാണ് കിടക്കുന്നതെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ രണ്ടാമത്തെ ഭാഗത്ത് ഒന്നെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ഉത്തരം. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? ഓപ്ഷനിൽ നിന്ന് വെർബ് V2 ഉണ്ടെങ്കിൽ ഉത്തരം എഴുതാം. അതില്ല എങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് തന്നെ ഉത്തരമായിട്ട് എഴുതാം. പാസ്റ്റ് കണ്ടിന്യൂസ് തന്നെ ഉത്തരമായിട്ട് എഴുതാം. അതായത് വാസ് ഓർ വെയർ പ്ലസ് ING തന്നെ ഉത്തരമായിട്ട് എഴുതാം. പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞേ. തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനോടൊപ്പം സിമ്പിൾ പാസ്റ്റും ചേരും. അതില്ല എങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസും ചേരും. നോക്കിയേ, ഇവിടെ എൻറ്റേർഡ് എന്ന് പറയുന്ന വെർബ് കിടപ്പുണ്ട്. V2 ആണ്. V2 എന്ന് കഴിഞ്ഞാൽ മറുഭാഗത്ത് നമ്മൾ അപ്പുറം ഇപ്പുറം നോക്കാം. V2 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏതെഴുതാം? വാസ് ഓർ വെയർ പ്ലസ് ING. നമുക്ക് വരുന്നത് ഏതാണ്? ഈസ് ഉണ്ട്, വിൽ ബി ഉണ്ട്, ഹാസ് ബീൻ ഉണ്ട്, വാസ് ഉണ്ട്, ING അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഉത്തരം എഴുതാം? വാസ് അവിടെ ഉത്തരമായിട്ട് ഏതെഴുതാം? വാസ് ഉത്തരമായിട്ട് എഴുതാം. മറക്കരുത്. തന്നിരിക്കുന്ന അതുപോലെ പഠിക്കേണ്ട മറ്റൊരു കാര്യം, ആ കണ്ടീഷൻ അത്രയും ഒന്ന് പഠിച്ചു വെച്ചിരുന്ന മാർക്ക് കളയണ്ട. തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം ഫസ്റ്റ് പാർട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ
പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് സെക്കൻഡ് പാർട്ടിൽ സിമ്പിൾ പാസ്റ്റ് ഉത്തരമായിട്ട് വരും. എന്ത് വരുന്നു? സിമ്പിൾ പാസ്റ്റ് ഉത്തരമായിട്ട് വരും. നമ്മൾ പറഞ്ഞു ഹാഡ് പ്ലസ് V3 ആണ് ഒരു ഭാഗത്ത് നടക്കുന്നത്, ഈ മറുഭാഗത്ത് V2 വരും. ഈ V2 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഹാഡ് പ്ലസ് V3യും വരാം. ഇവിടെ ഫസ്റ്റ് ആക്ഷൻ സെക്കൻഡ് ആക്ഷൻ, ആദ്യം ഒരു സെന്റൻസിൽ രണ്ട് പ്രവൃത്തികളാണ് വരുന്നത് ഇല്ലേ? അതിൽ ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റ്. വെൻ ഐ എൻറ്റേർഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. കണ്ടോ? അത് എക്സാമ്പിളാണ്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട് ഇതുപോലെ വരുന്ന കണ്ടീഷൻ. സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം എന്താണ്? ഫ്യൂച്ചർ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വരാം. ഫ്യൂച്ചർ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ എന്നോ ഫ്യൂച്ചർ കണ്ടിന്യൂസോ ഫ്യൂച്ചർ പെർഫെക്റ്റോ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസോ അതിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് സിമ്പിൾ പ്രസൻറ്റ് മാത്രമേ ഉത്തരമായിട്ട് വരൂ. എന്ത് വരുള്ളൂ? സിമ്പിൾ പ്രസൻറ്റ് മാത്രം ഉത്തരം വരും. V1 അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം ഫ്യൂച്ചർ ആണെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം? വില്ല് ഓർ ഷാൾ, വില്ല് ഓർ ഷാൾ പ്ലസ് V1 വരാം, ഇത് സിമ്പിൾ ഫ്യൂച്ചർ. അതല്ലെങ്കിലോ വില്ല് ഓർ ഷാൾ പ്ലസ് B പ്ലസ് ING വരാം, B പ്ലസ് ING വരാം, ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതല്ലെങ്കിലോ വില്ല് ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 വരാം, ഹാവ് പ്ലസ് V3 വരാം. അതല്ലെങ്കിലോ വില്ല് ഓർ ഷാള് പ്ലസ് ഹാവ് ബീൻ പ്ലസ് ING വരാം, ബീൻ പ്ലസ് ING. ഇതെല്ലാം ഫ്യൂച്ചർ ടെൻസ്. വില്ല് അല്ലെങ്കിൽ ഷാള് വരുന്ന ടെൻസ് എല്ലാം ഫ്യൂച്ചറാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കി. വിച്ച് ഈസ് ദ കറക്റ്റ് സെന്റൻസ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കി അവിടെ, അല്ലെങ്കിൽ സെന്റൻസ് ഏതെന്നാണ് നമുക്ക് ഓപ്ഷൻ നോക്കാം. Neither I nor you have told her this. അതുപോലെ neither we nor I have told you this. മൂന്നാമത്തത് neither you nor she has told me this. നാലാമത്തതോ neither she nor you have told me this. കണ്ടല്ലോ? ഇതിൽ ഏതാണ് ശരി? ഒന്ന് കമന്റ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉത്തരം ചെയ്ത് നോക്കിയേ. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്? സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? സി ഓപ്ഷൻ. കാരണം എന്താ? രണ്ട് റൂളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഒന്ന്, നൈദർ നോർ വരുന്ന സെന്റൻസുകളുടെ പ്രത്യേകത. നൈദർ നോർ വെച്ച് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ രണ്ടാമത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ചാണ് ഉത്തരം എഴുതുന്നത്. ഇവിടെ നോക്കിയാണ്ടോ? നൈദർ നോർ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാം സബ്ജക്റ്റ് യു ആണ്, യു പ്ലൂറലാണ്, അതുകൊണ്ട് ഹാവ് എഴുതാം. അപ്പൊ അത് ഉത്തരമായിട്ട് വരാമേ? ശരിയാണ്, തെറ്റൊന്നുമില്ല. ടോൾഡ് എന്ന് പറഞ്ഞ V3 ആണ്. നൈദർ നോർ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ സബ്ജക്റ്റ് ഐ ആണ്, ഐ പ്ലൂറലായതുകൊണ്ട് ഹാവ് വരാം. അതും ഉത്തരം വരാമേ? എന്നിട്ട് ഞാൻ പറഞ്ഞ സി ആണെന്ന്. നൈദർ യു നോ ഷീ, കണ്ടല്ല? ഷീ എന്ന് പറഞ്ഞ സിംഗുലാർ, അവിടെ ഹാസ് വന്നിരിക്കുന്നു. ഉത്തരം വരാമേ? നൈദർ ഷീ ഓർ യു, യു പ്ലൂറലാണ്, ഹാവ് പ്ലൂറലാണ്. അതുകൊണ്ട് അവിടെ ഉത്തരമായിട്ട് വരാം. അപ്പൊ 4 വരാം. എന്നിട്ട് ഞാൻ സി എന്ന് പറയാനുള്ള കാരണം, അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രോനൗണുകളുടെ അറേഞ്ച്മെന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. പ്രോനൗണുകളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് മക്കളെ എന്ന് പറഞ്ഞേ? ഐ, അതേപോലെ വി, അതുപോലെ യു, ഐ വി യു, അതുപോലെ ഹി, ഷീ, ഇറ്റ്, ദേ. ഐ വി യു, ഹി, ഷീ, ഇറ്റ്, ദേ. നോക്കിയാണ്ടേ അവിടെ ഫസ്റ്റ് പേഴ്സൺ. ഈ പ്രൊനൗണുകളെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ആദ്യം വരുന്ന ഐയും വിയും പറയുന്ന പേരാണ് ഫസ്റ്റ് പേഴ്സൺ. യുവിന് പറയുന്ന പേര് സെക്കൻഡ് പേഴ്സൺ ഇല്ലേ? ഹി ഷീ ഇറ്റ് ദേക്ക് പറയുന്ന പേര്, ഹി ഷീ ഇറ്റ് ദേക്ക് പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ തേർഡ് പേഴ്സൺ. ഹി ഷീ ഇറ്റ് ദേ തേർഡ് പേഴ്സൺ. ഇങ്ങനെ പ്രോനൗണുകൾ, വ്യത്യസ്തമായ പ്രോനൗണുകൾ ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒക്കെ ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ക്രമീകരിക്കുന്ന ഒരു നമ്പർ പ്രകാരം ഏതാണ്? 231 പ്ലസ് പ്ലൂറൽ വെർബ്. 231 പ്ലസ് പ്ലൂറൽ വെർബ്. ആദ്യം സെക്കൻഡ് പേഴ്സൺ എഴുതണം, അത് കഴിഞ്ഞിട്ട് തേർഡ് പേഴ്സൺ എഴുതണം, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പേഴ്സൺ. ഇവിടെ നോക്കിയോണ്ടോ? ഇവിടെ യു എന്ന് പറയുന്നത്, ഇവിടെ ഐ എന്ന് പറയുന്നത് ഏത് പേഴ്സൺ ആണ്? ഇനി സെക്കൻഡും തേർഡ് പേഴ്സണും മാത്രമേ ഉള്ളെങ്കിലാ 23. സെക്കൻഡും ഫസ്റ്റ് പേഴ്സണും വന്നാലാ 21 എന്ന് എഴുതണം.
ഇനി തേർഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണും ഒന്നല്ല 31 നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഈ നമ്പർ പ്രകാരം നോക്കിയാൽ മതി. പ്രോനൗണുകൾ അറേഞ്ച് ചെയ്യുന്ന നമ്പറാണ് 231. ഇനി നോക്കടോ, ഐ എന്ന് പറയുന്നത് ഏതാ? ഫസ്റ്റ് പേഴ്സൺ. യു എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് പേഴ്സൺ. 12. 12 ഈ നമ്പർ പ്രകാരം കിട്ടുമോ? 12 ഇല്ല. അപ്പൊ അത് തെറ്റ്. അടുത്ത രണ്ടാമത് നോക്കിയേ, ബി എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ, ഐ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ. 11 കിട്ടുമോ ഇതിനകത്തുനിന്ന്? ഇല്ല, അതും തെറ്റ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് കിടക്കുന്ന യു സെക്കൻഡ് പേഴ്സൺ ആണ്, ഷീ തേർഡ് പേഴ്സൺ. 23 അതിനകത്ത് കിട്ടുമല്ലോ, 23 അടക്കുന്നത്. അപ്പൊ അത് ഉത്തരമായിട്ട് വരും. ഇനി ഷീ എന്ന് പറയുന്നത് ഏത് പേഴ്സൺ ആണ്ടെ? ഫസ്റ്റ് പേഴ്സൺ. സോറി, തേർഡ് പേഴ്സൺ. യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ. 32 കിട്ടുകളെ? ഇല്ല. അപ്പൊ അതും തെറ്റ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരും, നോക്ക് 231 പ്ലസ് പ്ലൂറൽ വെർബ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ ഹാസ് അല്ലേ കിടക്കുന്ന ആരെങ്കിലും ചിന്തിക്കും. അപ്പോഴും നമ്മൾ അവിടെ ഹാസ് വരാനുള്ള കാരണം എന്താ? നൈദർ നോർ വെച്ച് രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റിനെ കണക്ട് ചെയ്താൽ രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ച് ഉത്തരം വരും. അതുകൊണ്ടാണ് അത് ശരിയായിട്ട് വന്നത്. കണ്ടോ? ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ, നോബഡി ഫോണ്ട് വൈൽ ഐ വാസ് എവേ. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യം ടാഗ് എഴുതാനാണ്. നമുക്ക് നോബഡിക്ക് വരെ എന്തെടുക്കാം മക്കളെ? ദേ എടുക്കാം. ഇനി അതേപോലെ നോബഡി ഒരു നെഗറ്റീവ് വേർഡാണ്. ഫോണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടേ? ഡിഡ്. അവിടെ ഓക്സിലറി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് കിട്ടുന്നു. അപ്പൊ V2 ആണ് ഒരു സെന്റൻസിൽ വരുന്നതെങ്കിൽ ഡിഡ് എന്ന് ഓക്സിലറി വെച്ചിട്ട് ആകിയണം. V1 ആണ് വരുന്നതെങ്കിൽ ഡസ് ഡു വെച്ചിട്ട് ആകിയണം. എസ്സിൽ അവസാനിക്കുന്ന വെർബുകളാണെങ്കിൽ എന്ത് വെച്ചിട്ട് ആകിയണം? ഡസ് വെച്ചിട്ട് ആകിയണം. ഇവിടെ നോക്കടോ, V2 ആണ്. അപ്പൊ ഡിഡ് കിട്ടി. സെന്റൻസ് നെഗറ്റീവ് ആണ്. ദേ സബ്ജക്റ്റ് ആയിട്ട് വരുന്നു. അപ്പൊ നമുക്ക് ഡിഡ് ദേ ഉത്തരമായിട്ട് വരുന്നു. ഏത്? ബി ഓപ്ഷൻ ആയിട്ടുള്ള ഡിഡ് ദേ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, there is dash hourly bus from here to the capital city. കണ്ടല്ലോ, തന്നിരിക്കുന്നതില് ആർട്ടിക്കിളിന്റെ ചോദ്യമാണ്. hourly ആ ഉച്ചാരണം ആയിലാണ് തുടങ്ങിയത്, അതുകൊണ്ട് an hourly bus. ബി ഓപ്ഷൻ ഇവിടെ ഉത്തരമായിട്ട് വരും. ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങിയത്. സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ ആ മുതൽ ഏത് വരെ? അം വരെയുള്ള അക്ഷരങ്ങളാണ് സ്വരാക്ഷരം. അവയിലാണ് മറ്റേ ആയില്ല, അവയിലാണ് ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ അവയ്ക്ക് മുന്നിൽ എന്ത് ചേർത്ത് പറയുക? ആൻ ചേർക്കുക. അങ്ങനെ അല്ലെങ്കിൽ എ ചേർക്കാം. ആയിലാണ് ഉച്ചാരണം, അതുകൊണ്ട് ആൻ അവർലി ബസ് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ദ റൂം കാൺഡ് ബി ഡേർട്ടി. ഐ ഡാഷ് ഇറ്റ്. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തില് ജസ്റ്റ് ക്ലീൻ ഉണ്ട്, ഈസ് ജസ്റ്റ് ക്ലീൻഡ് ഉണ്ട്, ഹാസ് ജസ്റ്റ് ക്ലീൻഡ് ഉണ്ട്, ഹാവ് ജസ്റ്റ് ക്ലീൻഡ് ഉണ്ട്. ഉത്തരം വരുന്ന കൂട്ടല്ലേ? നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഡി ഓപ്ഷൻ. കാരണം എന്താണ്? ഐ പ്ലൂറൽ ആയതുകൊണ്ട് എന്തായാലും എന്ത് വരില്ല? ഈസും വരില്ല, ഹാസും വരില്ല. ഇനി ജസ്റ്റ് ക്ലീനും വരാം. ഇനി അതേപോലെ ഹാവ് ജസ്റ്റ് ക്ലീൻഡ് വരാം. ഇത് രണ്ടിൽ ഏതാണെന്ന് എങ്ങനെ പഠിക്കാം? ഇത് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിന് പറഞ്ഞ കോഡ് ഏതായിരുന്നു കൂട്ടല്ലേ? രാജ്, RAJ, രാജ് YL പ്ലസ് ഹാസ് ഓർ ഹാവ്, ഹാസ് ഓർ ഹാവ് പ്ലസ് V3. രാജ് YL പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. എന്ന് പറഞ്ഞാൽ റീസെന്റ്ലി, റീസെന്റ്ലി. എ എന്ന് പറഞ്ഞാലോ? എ ഓൾറെഡി, എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി. ജെ എന്ന് പറഞ്ഞാലോ? ജസ്റ്റ്, ജസ്റ്റ് നൗ, ജസ്റ്റ്, അതുപോലെ ജസ്റ്റ് നൗ. വൈ ആണെങ്കിലോ? യെറ്റ്, വൈ മീൻസ് യെറ്റ്. എൽ ആണെങ്കിലോ? ലേറ്റ്ലി. കുട്ടികൾ, ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. ഹാസ് ഓർ ഹാവ് പ്ലസ് V3. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഹാസ് പ്ലസ് V3, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് പ്ലസ് V3. ഇവിടെ നമ്മുടെ ഐ പ്ലൂറലാണ്, അവിടെ നമുക്ക് ഉത്തരം ഏത് വരുന്നൂടെ? ഹാവ് ജസ്റ്റ് ക്ലീൻഡ് ഔട്ട് ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ, ഷാൻ ഈസ് സിംഗിങ് എ സോങ്. ഷാൻ ഈസ് സിംഗിങ് എ സോങ്. പാസീവ് എഴുതാനാണ്. നോക്കിയേ, ഈസ് വരുന്ന സെന്റൻസുകൾ ഈസ്, ആമ്, ആറ്. ഈസ്, ആമ്, ആറ്. അതുപോലെ വാസ്, വേർ വരുന്ന സെന്റൻസുകളുടെ പാസീവ് എങ്ങനെ എഴുതാന്ന് പഠിച്ചു കൂട്ടല്ലേ? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3. ഒബ്ജക്റ്റ്, ഓക്സിലറി, ബീയിങ് പ്ലസ് V3. ഒബ്ജക്റ്റ്, ഓക്സിലറി, ബീയിങ് പ്ലസ് V3. ഇവിടെ ഒബ്ജക്റ്റ് ഏതാ? എ സോങ് ആണ്.
അതിന്റെ ഓക്സിലറി ഏതാ? ഈസ്. എ സോങ് ഈസ് ബീയിങ് സങ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? എ സോങ് ഈസ് ബീയിങ് സങ്. ഇതാ കിടക്കുന്നത്. ബീയിങ് വരുന്ന രണ്ടെണ്ണേ ഉള്ളൂ. എ സോങ് സിംഗുലാർ ആയതുകൊണ്ട് എന്തായാലും 6 എഴുതാൻ പറ്റില്ല. എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഉത്തരം ഏത് വരുന്നു? എ ഓപ്ഷൻ ഉത്തരമായിട്ട് ഏത് വരുന്നു? എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. താഴെ തന്നിരിക്കുന്നതിന് ശരിയായിട്ടുള്ള സെന്റൻസ് ഏതാണ്? നോക്കിയേ. ഹി സെഡ് ദാറ്റ് ഹി ഹാവ് മണി. രണ്ടാമത്തത് ഹി സെഡ് ദാറ്റ് ഷീ ഹാഡ് മണി. മൂന്നാമത്തത് ഷീ സെയ്സ് ദാറ്റ് ഷീ ഹാഡ് മണി. നാലാമത്തത് ഷീ സെഡ് ദാറ്റ് ഷീ ഹാസ് മണി. നോക്കിയാണ് മക്കളെ. സെഡ് അല്ലെങ്കിൽ ടോൾഡ്, സെഡ് അല്ലെങ്കിൽ ടോൾഡ് വരുന്ന സെന്റൻസിൽ മറുഭാഗത്ത് എന്ത് ചെയ്യും? ഓക്സിലറി വെർബ് എന്തായിരിക്കണം? പാസ്റ്റ് ആയിരിക്കണം. മറുഭാഗത്ത് ഓക്സിലറി എപ്പോഴും എന്തായിരിക്കണം? ഇപ്പോൾ റിപ്പോർട്ട് സ്പീച്ച് ആണ്. സെഡ് അല്ലെങ്കിൽ ടോൾഡ് വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് ഓക്സിലറി എപ്പോഴും എന്തായിരിക്കണം? പാസ്റ്റ് ആയിരിക്കണം. നമുക്ക് സെഡ് വരുന്ന സെന്റൻസുകളെല്ലാം നമുക്ക് എന്ത് ചേർക്കാം? ദാറ്റ് എന്ന കണക്റ്റിംഗ് വേർഡ് ചേർക്കാം. നോക്കിയേ. ഇവിടെ സെഡ് വന്നിട്ടുണ്ട്. ഹാവ് പ്ലൂറൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രസന്റ് ആണ്, വരില്ല. ഇവിടെ സെഡ് വന്നിട്ടുണ്ട്. ഹാഡ് എന്ത് ചെയ്യും? പാസ്റ്റ് ആണ്. അപ്പൊ തെറ്റൊന്നുമില്ല. ഇനി അടുത്ത ഇവിടെ സെയ്സ് ആണ്. സെയ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യിക്കാം? സേ അല്ലെങ്കിൽ സെയ്സ്, ടെല്ല് അല്ലെങ്കിൽ ടെൽസ്, ഹാസ് സെഡ് സെഡ് അല്ലെങ്കിൽ വിൽ സേ. ഇതൊക്കെ വരുന്ന സെന്റൻസിന്റെ മറുഭാഗം പ്രസന്റ് ഓക്സിലറി വെർബ് ആയിരിക്കും വരുന്നത്. ഇതൊക്കെ വരുന്ന സെന്റൻസിന്റെ മറുഭാഗത്ത് പ്രസന്റ് ഓക്സിലറി അല്ലെങ്കിൽ പ്രസന്റ് വെർബ് ആയിരിക്കും വരുന്നത്. നോക്കിയേ. ഇവിടെ സെയ്സ് ആണ്, അപ്പൊ ഹാഡ് പാസ്റ്റ് ആണ്, വരില്ല. ഇവിടെ സെഡ്, ഇവിടെ ഹാസ് പ്രസന്റ് ആണ്, വരില്ല. നമുക്ക് ഉത്തരവായിട്ട് ഏത് വരുന്നൂടെ? ബി ഓപ്ഷൻ. ഹി സെഡ് ദാറ്റ് ഷീ ഹാഡ് മണി. അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കി. ഹി വിൽ സേസ് ഐ ആം നോട്ട് വെൽ. കണ്ടല്ലോ. നമുക്ക് തരുന്ന ചോദ്യത്തിൽ റിപ്പോർട്ട് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ഏത് ഉത്തരം വരുന്നൂടെ? ഹി വിൽ സേസ് ദാറ്റ് അല്ലെങ്കിൽ ഹി വിൽ സേസ് അല്ല, ഹി വിൽ സേ ദാറ്റ് എന്നാണ്. ഹി വിൽ സേ ദാറ്റ് ഹി ഈസ് നോട്ട് വെൽ. ഏത് ഓപ്ഷൻ വരുന്നു? ഹി വിൽ സേ ദാറ്റ് ഹി ഈസ് നോട്ട് വെൽ. എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താണ്? സേ അല്ലെങ്കിൽ സെയ്സ്, ടെല്ല് അല്ലെങ്കിൽ ടെൽസ്, ഹാസ് സെഡ് അല്ലെങ്കിൽ വിൽ സേ. ഇത്തരത്തിലുള്ള വാക്കുകൾ വരുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക? ദാറ്റ് ചേർക്കുക. സബ്ജക്റ്റിന് മാറ്റമാണെങ്കിൽ മാറ്റുക, സബ്ജക്റ്റിന് മാറ്റം വരുത്തുക. ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യുക. ടെൻസ് മാറ്റമില്ലാതെ റിപ്പോർട്ട് ചെയ്യുക. നോക്കണോ. സേ വരുന്ന സെന്റൻസ് ഐ മാറിയിട്ട് ഹി ആയിട്ട് മാറുന്നു. ഐയോടൊപ്പം മാത്രമാണ് ആമ നിൽക്കുന്നത്. ഐ മാറി ഹി ആയപ്പോൾ ഈസ്. ടെൻസ് മാറിയില്ല. അടുത്ത് നോക്കിയേ. ഉഡ്സേ എന്നാണ് കിടക്കുന്നത്. ഉഡ്സേ ഒന്നും വരൂല. വിൽസേ വരുന്ന സെൻസിൽ മറുഭാഗത്ത് പാസ്റ്റ് ഓക്സിലറി വരില്ല. ഇവിടെയും പാസ്റ്റ് ഓക്സിലറി വരില്ല. ഈ ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ബിൽഡിംഗ് ഈസ് ഡാഷ് ഓഫ് ദ ടു ബിൽഡിംഗ്സ്. കണ്ടല്ലോ. തന്നിരിക്കുന്നതിൽ ഓൾഡർ ഉണ്ട്, ദ ഓൾഡർ ഉണ്ട്, ദ ഓൾഡസ്റ്റ് ഉണ്ട്, പിന്നെ ഓൾഡസ്റ്റ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു? ദ ഓൾഡർ ആണ് വരുന്നത്. കാരണം എന്താണെന്നുള്ളത്? ഓഫ് ദ ടു. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തില് ഓഫ് ദ ടു എന്ന പ്രയോഗമുള്ള സെന്റൻസ് ആണ് വരുന്നതെങ്കിൽ ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതണം. ഓഫ് ദ ടു എന്ന വാക്ക് വരുന്ന സെന്റൻസ് ആണെങ്കിൽ ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതണം. ഓക്കെ, മറക്കല്ലേ. ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ER-ൽ അവസാനിക്കുന്നതോ അതല്ലെങ്കിൽ മോറിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളാണ് കമ്പാരറ്റീവ് ഡിഗ്രി. അതിന്റെ മുന്നിൽ ദാ ചേർത്ത് പറയാം. ഇനി ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രിയിലാണ് ഒരു സെന്റൻസ് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ അതിന്റെ മറുഭാഗത്ത് എന്തുത്തരം? ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി തന്നെ ഉത്തരമായിട്ട് എഴുതാം. ഒരു സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രിയിലാണെങ്കിൽ അതിന്റെ മറുഭാഗത്ത് ഉത്തരം ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി. അടുത്ത ചോദ്യം നോക്കി. ആ സെയിം ചോദ്യം തന്നെയാണ്. എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ പോലത്തെ സെയിം ചോദ്യം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് വേണ്ട. എന്ത് ചെയ്യുന്നുണ്ട്? ദ ഓൾഡർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. ഹി സ്പീക്സ് as if he dash all subjects. കണ്ടല്ലോ. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാ? ഉത്തരമായിട്ട് നോസ് ഉണ്ട്, ഈസ് നോയിങ് ഉണ്ട്, ന്യൂ ഉണ്ട്, ഹാഡ് നോൺ ഉണ്ട്. വരുന്നത് ന്യൂ ആണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താ? നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈ അസിഫ് വരുന്ന സെൻസുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്.
അസിഫ്, അതുപോലെ അസ്ദോ, അതുപോലെ ഐ വിഷയ്. ഈ 3 വാക്കുകൾക്ക് പ്രത്യേകതയുണ്ട്. എന്തെന്ന് പറഞ്ഞിട്ടുള്ള അസിഫ്, അസ്ദോ, ഐ വിഷയ് വരുന്ന സെന്റൻസുകളിൽ ആദ്യ ഭാഗം നോക്കണം. ആദ്യ ഭാഗം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ, മറുഭാഗത്ത് ഉത്തരമായിട്ട് വരുന്നത് വേർ ഓപ്ഷനിലുണ്ടെങ്കിൽ അത് എഴുതാം. വേർ ഇല്ല എങ്കിൽ നമുക്ക് ഉത്തരമായിട്ട് V2 എഴുതാം. അപ്പൊ അസിഫ്, അസ്ദോ, ഐ വിഷയ് വരുന്ന സെന്റൻസിന്റെ ആദ്യ ഭാഗം സിമ്പിൾ പ്രസന്റ് ആണ്. എങ്ങനെ മനസ്സിലാക്കാം? വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് പറഞ്ഞാൽ മറുഭാഗത്ത് സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും വേറെ എഴുതുക. അതുപോലെ V2 എഴുതാം. ഇനി ഒരു റൂളും ഉണ്ട്. സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അസിഫ്, അസ്ദോ വരുന്ന സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ മറുഭാഗത്ത് ഹാഡ് ബീൻ എഴുതാം. അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 എഴുതാം. അസിഫ്, അസ്ദോ, ഐ വിഷയ് വരുന്ന സെൻസിൽ ആദ്യ ഭാഗം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ മറുഭാഗത്ത് ഹാഡ് ബീൻ അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3. ഇവിടെ നോക്കിയാണെങ്കിൽ അസിഫ് വരുന്ന ചോദ്യം ആദ്യ ഭാഗത്ത് സ്പീക്സ് എന്ന് പറയുന്ന സിമ്പിൾ പ്രസന്റ്, വെർബ് ഏതാണ്ട് ന്യൂ V2 ആണ്. അതുകൊണ്ട് V2 അവിടെ എഴുതി. അടുത്ത ചോദ്യം നോക്കി. മർഡർ ഓഫ് കിങ് ഈസ് നോൺ ആസ് ഡാഷ്. രാജാവിനെ കൊല്ലുന്നതിന് പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? റെജിസൈഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നമ്മളത് പഠിച്ചതാണ്. റെജിസൈഡ് ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, ജീനോസൈഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരെ കൊല്ലുന്നു. പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ പിതാവിനെ കൊല്ലുന്നു. അസാസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡറിനെ കൊല്ലുന്നു. അടുത്ത ചോദ്യം നോക്കി. The dash part of the book is very dull. നമുക്ക് ഇവിടെ ഉത്തരം ഏതാണ്? ലാറ്റർ ഉണ്ട്, ലേറ്റർ ഉണ്ട്, ലേറ്റസ്റ്റ് ഉണ്ട്, ദ ലേറ്റർ. ഏത് ഉത്തരം വരുന്നു? ലാറ്റർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഓപ്ഷൻ നോക്കിയേ. ലാറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാർട്ട് ബുക്കിന്റെ വെരി ഡൾ എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ. അങ്ങനെയാണെങ്കിൽ ആ വാക്കുകൾ പറയാം. ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ലേറ്റർ മീൻസ് പിന്നീട് എന്നാണ്. ലേറ്ററിന്റെ മേലുള്ള എന്താ? പിന്നീട്. എന്നാൽ ലാറ്റർ ആണെങ്കിൽ LATTER, ലാറ്റർ മീൻസ് രണ്ടാമത്തത്. ലാറ്റർ രണ്ടാമത്തത് എന്നാണ്. അതേപോലെ എന്ത് ചെയ്യും? ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? അവസാനത്തത് എന്നാണ്. അവസാനത്തത്. അതേപോലെ ലേറ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റ് വൈകുക എന്നാണ്. ലേറ്റ് മീൻസ് വൈകുക എന്നാണ്. ദ ലേറ്റ് എന്ന് പറഞ്ഞാൽ പരേതൻ എന്നാണ്. പരേതൻ മരണപ്പെട്ട ആൾ, പരേതൻ എന്നാണ്. ഓക്കെ, അതേപോലെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയതെന്നാണ്. ലേറ്റസ്റ്റ് ഏറ്റവും പുതിയതെന്ന്. ഇനി ലാറ്റർ ലേറ്റിലി എന്ന് പറഞ്ഞാൽ ലേറ്റിലി മീൻസ് ഈ അടുത്ത എന്നാണ്. ഈ ഇടയ്ക്ക് എന്നൊക്കെ പറയില്ലേ? അടുത്തായി, ഈ അടുത്ത് അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് എന്നൊക്കെ പറയും. അപ്പൊ ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്, ലാറ്റർ രണ്ടാമത്തത്, ലേറ്റ് ലാസ്റ്റ് അവസാനത്തത്, ലേറ്റ് വൈകുക, ദ ലേറ്റ് പരേതൻ, ലേറ്റസ്റ്റ് ഏറ്റവും പുതിയത്, പിന്നെ അതുപോലെ ലേറ്റിലി ഈ അടുത്തായി. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കി. ഹി ഡാഷ് കുക്ക് ഫുഡ് ബിക്കോസ് ഹി ലൈക്സ് കുക്കിംഗ്. ലൈക്സ് കുക്കിംഗ് എന്നൊക്കെയാണെങ്കിൽ ഇവിടെ ഉത്തരം ഹാസ് ടു ഉണ്ട്, മസ്റ്റ് ഉണ്ട്, അതുപോലെ ഹാവ് ടു ഉണ്ട്, അതുപോലെ ഹാഡ് ടു ഉണ്ട്. ഏത് ഉത്തരം വരുന്നു? നമുക്കിവിടെ മസ്റ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. പ്രത്യേകം നോക്കിയാണ്. ഹാസ് ടു, അതുപോലെ ഹാവ് ടു, അതുപോലെ മസ്റ്റ്. ഈ വാക്കുകൾ എവിടെ ഉപയോഗിക്കാം? ഈ വാക്കുകൾ വരുന്ന സെന്റൻസ്, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എപ്പോഴും V1 ആയിരിക്കും. ഹാസ് ടു, ഹാവ് ടു, മസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് V1 ആയിരിക്കും. ഈ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കാം നോക്കിയോ? നമ്മൾ വെർബുകൾക്ക് മുന്നിലാണ് ഈ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ആ സെന്റൻസ് വായിക്കുമ്പം ആ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ മസ്റ്റ് ഉപയോഗിക്കണം. ഇഷ്ടത്തോടു കൂടി ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിൽ മസ്റ്റ് ഉപയോഗിക്കണം.
ഇഷ്ടമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ നമുക്ക് ഹാസ് ടു ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കാം. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഹാസ് ടു, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ടു. മറ്റേത് മസ്റ്റ് സിംഗുലാറുമാണ് പ്ലൂറലാണ്, അതുകൊണ്ട് നമുക്ക് മസ്റ്റ് എഴുതാം. അപ്പോൾ ഒരു ജോലി തന്നിരിക്കുന്ന സെന്റൻസിലെ പ്രവൃത്തി ഇഷ്ടത്തോടു കൂടിയാണ് ആ സ്പീക്കർ അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. ഇഷ്ടമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മുന്നിൽ ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കാം. നോക്കിയാണ് കുട്ടികളുടെ ഹി കുക്സ് ഫുഡ് ബിക്കോസ് ഹി ലൈക്സ് കുക്കിംഗ് എന്നാണ്. കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നില്ലേ, അതുകൊണ്ട് നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് ഹി കുക്സ്, ഹി ഡാഷ് കുക്ക് ഫുഡ് ബിക്കോസ് അല്ലെങ്കിൽ ഹിസ് വൈഫ് ഈസ് ഗോയിങ് ടു ടൂർ എന്നാണ് കിടക്കുന്നതെങ്കിൽ അതായത് കുട്ടികളെ ഭാര്യ ടൂറിന് പോയതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. മസ്റ്റ് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കും. ഹി ആയതുകൊണ്ട് ഹാസ് ടു അവിടെ ഉത്തരമായിട്ട് ഉപയോഗിക്കും. ഹി ഹാസ് ടു കുക്ക് ഫുഡ് ബിക്കോസ് ഹിസ് വൈഫ് ഈസ് ഗോയിങ് ടു പിക്നിക് അല്ലെങ്കിൽ ടൂർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കി. I will give you my telephone number to dash to contact me. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തില് ഓപ്ഷനിൽ ഇൻ കേസ് യു വിൽ നീഡ്, ഇൻ കേസ് യു മേ നീഡ്, ഇൻ കേസ് യു വുഡ് നീഡ്, ഇൻ കേസ് യു നീഡ്. ഏത് ഉത്തരം വരുന്നുണ്ടല്ലേ? നമുക്ക് ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കിയേ, ഇൻ കേസ് വരുന്ന സെന്റൻസിന്റെ റൂളാണ് ഇവിടെ വരുന്നത്. ഇൻ കേസ് വരുന്ന സെന്റൻസിന്റെ ആദ്യ ഭാഗം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ, വരുന്ന സെന്റൻസിന്റെ ആദ്യ ഭാഗം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മറുഭാഗത്ത് സിമ്പിൾ പ്രസന്റ് തന്നെ ഉത്തരമായിട്ട് ഉപയോഗിക്കാം. സിമ്പിൾ പ്രസന്റ് V1 അല്ലെങ്കിൽ S ൽ അവസാനിക്കുന്നത്. മറുഭാഗത്ത് എന്തെങ്കിലും ഉപയോഗിക്കാം, V1 അല്ലെങ്കിൽ S ൽ അവസാനിക്കും. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ S ൽ അവസാനിക്കുന്നവർക്ക്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1. ഇനി ഇൻ കേസ് വരുന്ന സെന്റൻസിൽ സിമ്പിൾ പാസ്റ്റ് ആണ് ആദ്യ ഭാഗത്ത് കിടക്കുന്നത്. ആദ്യ ഭാഗം സിമ്പിൾ പാസ്റ്റ് ആണ്, ഇൻ കേസ് വരുന്ന സെന്റൻസ് ആണ് എങ്കിൽ മറുഭാഗത്ത് സിമ്പിൾ പാസ്റ്റ് തന്നെ ഉത്തരമായിട്ട് ഉപയോഗിക്കാം. എന്തിനു ഉപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ് തന്നെ ഉത്തരമായിട്ട് ഉപയോഗിക്കാം. അതായത് തന്നിരിക്കുന്ന ഭാഗത്ത് V2 ആണെങ്കിൽ മറുഭാഗത്ത് V2 ഉത്തരം. ഇനി മൂന്നാമത്തെ റൂളാണ്, ഇൻ കേസ് വരുന്ന സെന്റൻസുകളിൽ ആദ്യ ഭാഗത്ത് സിമ്പിൾ ഫ്യൂച്ചർ ആണ് വന്നിരിക്കുന്നത് എങ്കിൽ മറുഭാഗത്ത് സിമ്പിൾ പ്രസന്റ് ഏതാണ്? സിമ്പിൾ ഫ്യൂച്ചർ അല്ല, സിമ്പിൾ പ്രസന്റ്. എങ്ങനെ മനസ്സിലാക്കാൻ സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന്? വിൽ അല്ലെങ്കിൽ ഷാള് പ്ലസ് V1 വരുന്ന സെന്റൻസ് ആണെങ്കിൽ മറുഭാഗത്ത് V1 അല്ലെങ്കിൽ S ൽ അവസാനിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ ടെൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏക ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. നോക്കിയേ, ഇവിടെ വിൽ ഗീവ് എന്ന് പറയുന്നതാണ് കിടക്കുന്നത്. വിൽ ഗീവ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണ്. അതിനോട് ചേരുന്ന ഏതാണ് മക്കളെ? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് വരുന്ന ഒരെണ്ണേ ഉള്ളൂ, യു നീഡ്. നീഡ് V1, യു പ്ലൂറലാണ്, നീഡ് വരുന്നു ഡി ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കിയേ. ദ ബോയ് എലോങ് വിത്ത് ഹിസ് പാരന്റ്സ് ഡാഷ് ടു ദ പാർക്ക്. പലതവണ നമ്മൾ നോക്കിയിട്ടുള്ള ചോദ്യങ്ങളിൽ വരുന്ന റൂളാണ്. നിങ്ങൾ തന്നെ പറഞ്ഞേ, വിത്ത് എലോങ് വിത്ത് ഒക്കെ വെച്ച് കണക്ട് ചെയ്താൽ ഫസ്റ്റ് സബ്ജക്റ്റ് നോക്കുക. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഉത്തരം സിംഗുലാർ, ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഉത്തരം പ്ലൂറൽ. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നൂടെ? ഗോ, ദി ഈസ് ഗോയിങ് വരുന്നു. ഗോൺ എന്ന് പറയുന്നത് V3 ഒറ്റയ്ക്ക് നിൽക്കില്ല, 6 പ്ലൂറൽ, ഗോ പ്ലൂറൽ. അപ്പൊ നമുക്ക് ഈസ് ഗോയിങ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. താഴെ തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ്? നെയ്തർ ഓഫ് ദ ടു പ്ലാന്റ്സ് വാസ് അപ്രൂവ്ഡ് ഉണ്ട്. നെയ്തർ ഓഫ് ദ ടു പ്ലാന്റ് വാസ് അപ്രൂവ്ഡ് ഉണ്ട്. നെയ്തർ ഓഫ് ടു പ്ലാന്റ്സ് വെയർ അപ്രൂവ്ഡ് ഉണ്ട്. നെയ്തർ ഓഫ് ടു പ്ലാന്റ്സ് ആർ അപ്രൂവ്ഡ് ഉണ്ട്. നമുക്ക് ഏത് ഉത്തരം വരുന്നുണ്ടല്ലേ? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? എ ഓപ്ഷൻ പഠിച്ചതാണ്. വൺ ഓഫ്, എയ്തർ ഓഫ്, അതുപോലെ നൈദർ ഓഫ്, അതുപോലെ എന്ത് ചെയ്യും? വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. വാക്കുകളേതാണ്? വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഇത്തരത്തിലുള്ള വാക്കുകൾ വരുന്ന സെൻറ്റൻസിൽ തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കും. എന്നാൽ വെർബ് എങ്ങനെയായിരിക്കും കൂട്ടല്ലേ? സിംഗുലാർ. പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ. നോക്ക്, ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ തന്നെ, വെർബ് സിംഗുലാർ. ഇവിടെ സബ്ജക്റ്റ് സിംഗുലാർ ആയിട്ട് വന്നിരിക്കുന്നു, വരില്ല. ഇവിടെ നോക്കി, സബ്ജക്റ്റ് പ്ലൂറൽ വേറും പ്ലൂറലാണ്, ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ വേറും പ്ലൂറലാണ്, അതുകൊണ്ട് വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കി. എവരിബഡി ഹാസ് റിട്ടൺ ആൻ എക്സാം. ടാഗ് എഴുതാനാണ്. ഹാസ് ഓക്സിലറി ആണ്. എവരിബഡിക്ക് വരെ നമുക്ക് എന്തെടുക്കാം? ഇതേ എടുക്കാം. സംബഡി, സംവൺ, സംതിങ്. സംബഡി ഏതൊക്കെ വാക്കുകളുണ്ട്?
സംബഡി, അതുപോലെ someone, സംബഡി, someone, സംതിങ് പറയണ്ട, സംബഡി, someone, എനിബഡി, എനിവൺ, എനിബഡി, എനിവൺ, എനിബഡി, എനിവൺ, നോബഡി, നോവൺ, നോവൺ, നോബഡി, എവരിബഡി, എവരിവൺ, എവരിബഡി, എവരിവൺ, എവരിവൺ. ഈ വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവയ്ക്ക് പകരം എന്തെടുക്കാം? ദേ വെച്ചിട്ടാക്കി എഴുതുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ദേ സബ്ജക്റ്റ് വരുന്ന സെൻസിൽ സിംഗുലാർ ഓക്സിലറി ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ ആക്കിയിട്ട് അയക്കണം. ഇവിടെ നോക്കിയാണ് ഹാസ് സിംഗുലാർ ആണ്, ഹാസിന്റെ പ്ലൂറൽ ഏതാണ്? ഹാവ് ആണ്. നമുക്ക് ഹാവ് വെച്ചിട്ട് ആക്കിക്കണം. കാരണം ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഹാസ് അതിനോടൊപ്പം നിൽക്കില്ല. അപ്പൊ പോസിറ്റീവ് ആയതുകൊണ്ട് ഹാവിൻ്റെ ദേ. ഉത്തരം എ ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഹാവിൻ്റെ, ഹാസിൻ്റെ ഇല്ല, തെറ്റ്, അത് ഹാസിൻ്റെ ആണ്. ഹാവിൻ്റെ ദേ ഏത് വരുന്നു? സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഹാസിൻ്റെ ദേ, സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. മൈ മദർ യൂഷ്വലി കുക്സ് ഫുഡ് ഇൻ ദി മോർണിംഗ് ബട്ട് ടുഡേ ഷീ ഡാഷ് ഇൻ ദ ഈവനിങ്. ഏത് വരുന്നു കൂട്ടല്ലേ? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഈസ് കുക്കിംഗ് ആണ്. കാരണം എന്താ? ടുഡേ വരുന്ന സെൻസിൽ ഈസ് ആം ആർ പ്ലസ് ing ആണ്. നമ്മൾ പഠിച്ചതാണ് സാത്താൻ, SATAN, സാത്താൻ പ്ലസ് ഈസ് ആം ആർ, ഈസ് ആം ആർ പ്ലസ് ing, സാത്താൻ പ്ലസ് പ്രസന്റ് കണ്ടിന്യൂസ്. എസ്സിൽ വരുന്ന വാക്ക് ഏതാണ്? സ്റ്റിൽ. എസ്സിൽ വരുന്ന വാക്ക് സ്റ്റിൽ. എയിൽ വരുന്ന വാക്ക് ഏതാ? അറ്റ് പ്രസന്റ്. എയിൽ വരുന്ന വാക്ക് അറ്റ് പ്രസന്റ്. ഓക്കെ. ഇനി ടീയിൽ വരുന്ന വാക്ക് ഏതാ? ടുഡേ. ടീയിൽ വരുന്ന വാക്ക് ടുഡേ. അടുത്ത എയിൽ വരുന്ന വാക്ക് ഏതാ? അറ്റ് ദിസ് മൊമെന്റ്. അറ്റ് ദിസ്, അറ്റ് ദിസ് മൊമെന്റ്, അറ്റ് ദിസ് മൊമെന്റ്. എന്നിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാ? നൗ, അതേപോലെ റൈറ്റ് നൗ, നൗ, റൈറ്റ് നൗ. ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഉത്തരം ഏതാണ്? ഈസ് ആം ആർ പ്ലസ് ing. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഈസ് പ്ലസ് ing, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ പ്ലസ് ing, സബ്ജക്റ്റ് ഐ വന്നാൽ ആം പ്ലസ് ing. നമുക്ക് ഏത് ഉത്തരം വരുന്നൂടെ? ഷീ ആയതുകൊണ്ട് ഈസ് പ്ലസ് ing. അടുത്ത ചോദ്യം നോക്കി. വൺ ഓഫ് ഹിസ് ഡാഷ് ഈസ് സ്റ്റഡിങ് ഇൻ മുംബൈ. നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കി. വൺ ഓഫ് വരുന്ന സെന്റൻസുകളുടെ പ്രത്യേകം നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞാണ്. വൺ ഓഫ് വരുന്ന സെന്റൻസിൽ തുടർന്ന് വരുന്ന സബ്ജക്റ്റ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. വെർബ് സിംഗുലർ. ഇവിടെ ആ വെർബ് സിംഗുലർ ആണ്. സണ്ണ്, സൺസ്. ഇത് അപ്പോസ്ട്രോഫേസ് പറഞ്ഞ ഇന്ത്യ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ നമുക്ക് ഏത് വരുന്നത്? സൺസ് അവിടെ വരുന്നു. ഉത്തരമായിട്ട് പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിന്റെ അവസാനം എസ് ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആയിട്ട് മാറും. അടുത്ത ചോദ്യം, ദ ഫാൻ, സോറി, ഹി റാൻ ഡാഷ്, ഹി റാൻ ഡാഷ്, ഫാസ്റ്റ്, ഫാസ്റ്റ്ലി, ഹാർഡ്ലി, സ്വിഫ്റ്റ്. ഏത് വരുന്നു ഇവിടെ? ഫാസ്റ്റ് ആണ് ഉത്തരം വരുന്നുണ്ട്. ഫാസ്റ്റ്ലി പറയില്ല, ഫാസ്റ്റ്ലി എന്നൊരു പ്രയോഗമില്ല, ഫാസ്റ്റ് ആണ് അല്ലേ? ഫാസ്റ്റ് അഡ്ജക്റ്റീവ് ആഡ് വെർബായിട്ട് ഉപയോഗിക്കാം. ഫാസ്റ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കി. ഹാർമണി മീൻസ് ഡാഷ്. ഹാർമണിയുടെ സിനോണിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാർമണി ഒത്തുചേരുക എന്നാണ് കേട്ടോ. ഇടുകി ചേർന്ന് പോവുക, ഒത്തൊരുമയോടുകൂടി. ഏത് വരുന്നൂടെ? ഹാപ്പിനെസ്, സാഡ്നെസ്, കംപ്ലീറ്റ്, എഗ്രിമെന്റ്. എഗ്രിമെന്റ് ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. സീസ്, സീസ് ചെയ്യുക എന്നതിന്റെ സിനോണിം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഗിവ് അപ്പ്, ക്യാച്ച്, റിട്ടേൺ, ലീവ്. ഏത് വരുന്നൂടെ? സീസ് ചെയ്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ക്യാച്ച് എന്നാണ് കേട്ടോ. സീസ് ചെയ്യുക, ക്യാച്ച് ചെയ്യുക, പിടിക്കുക എന്നാണ് കേട്ടോ. സീസി, വണ്ടിയൊക്കെ സീസി കൊണ്ടുപോയെന്നുള്ളേ. സീസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ക്യാച്ച് ചെയ്യുക, പിടിക്കുക എന്നാണ്. അടുത്ത ചോദ്യം നോക്കിയേ. അവർ ടീച്ചർ യൂസ്ഡ് ടു ഡാഷ് മെനി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് വൈൽ ടീച്ചിങ് ഗ്രാമർ. സൈറ്റ്, 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 സൈറ്റ്. നോക്കിയേ, ഈ സൈറ്റ് ഇല്ല. SIGHT സൈറ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ച എന്നാണ്. അടുത്ത് SIT സൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥലം എന്നാണ്. CIT സൈറ്റ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയുക എന്നാണ്. എടുത്തു പറയുക. നിങ്ങളിത് ഏതാണ് ഉത്തരം പറയുന്നത്? ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ധാരാളം എക്സാമ്പിൾസ് എടുത്ത് പറയാറുണ്ട്. സൈറ്റ്, CIT സൈറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കി. വൈ ഐ വാസ് ഗോയിങ് ടു മാർക്കറ്റ് ഐ ഡാഷ് മൈ ഫ്രണ്ട്. നേരത്തെ പഠിച്ചതാണ്. നോക്ക്, വാസ് പ്ലസ് ing വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് ഏത് വരാം? ഒന്നെങ്കിൽ സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ V2. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നത്? മെറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. മീറ്റിന്റെ V2 ആണ് മെറ്റ് എന്ന് പറയുന്നത്.
ഹാഡ് മെറ്റ് ഇവിടെ കിടപ്പുണ്ട്, എഴുതാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, കാരണം എന്താ, വാസ് ഓർ വെയർ പ്ലസ് ഐ എഴുതി കഴിഞ്ഞാൽ അതിനോടൊപ്പം ചേരുന്നത് സിമ്പിൾ പാസ്റ്റ്. അടുത്ത ചോദ്യം നോക്കി, ഐഡന്റിഫൈ ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ പാസീവ് ഫോം ഏതാണ്? അപ്പൊ നോക്കിയേ, ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്. ഇതിന്റെ പാസീവ് ഫോം ഏതാണ്? ഈസ് വരുന്ന സെന്റൻസിൽ ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വെയർ വരുന്ന സെന്റൻസുകളുടെയൊക്കെ പാസീവ് പറയാൻ പറഞ്ഞാൽ എന്തെന്ന് പഠിച്ചു? ഒബ്ജക്റ്റ് എഴുതുക, ഓക്സിലറി വെർബ് ഒബ്ജക്റ്റിന് അനുസരിച്ച് എടുത്ത് എഴുതുക, ബീയിങ് ചേർത്തതിന് ശേഷം V3 എഴുതുക. ഓക്കെ, ബീയിങ് വരുന്നത് നോക്കി, 2 ഓപ്ഷനാണുള്ളത്. ഇനി നമുക്ക് ബാക്കി രണ്ടും ബീയിനും ബീയിങ് ഒന്നും വന്നിട്ടില്ല. ഇത് രണ്ടിൽ ഏതാണെന്ന് എങ്ങനെ നോക്കാം? ഒബ്ജക്റ്റ് വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്നു മാത്തമാറ്റിക്സ്. സബ്ജക്റ്റുകൾ, നെയിം ഓഫ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലാർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉത്തരം ഏത് വരും? ആർ എഴുതോ ഈസ് എഴുതോ? ആർ എഴുതില്ല, ഈസ്. നമുക്ക് ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അവിടെ ചോദ്യം നോക്കി, റീഡ് ദ ഗിവൺ ബിലോ സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് ഗ്രാമാറ്റിക്കൽ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് എഴുതുക, ഇല്ല എങ്കിൽ നോ എറർ എഴുതിയാലും മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചോദ്യമായി ചോദിക്കാം, നോ സൂണർ ഹാഡ്. നോ സൂണർ വരുന്ന സെന്റൻസിലെ നോ സൂണറിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നോ സൂണർ വരുന്ന സെന്റൻസുകളിൽ നമുക്ക് ഉത്തരം തുടർന്ന് വരുന്ന ഓക്സിലറി, നോ സൂണർ കഴിഞ്ഞാൽ തുടർന്ന് വരുന്നത് ഓക്സിലറിയാണ്. ഹാർഡ് ഓക്സിലറി വരാം. അല്ല എങ്കിൽ, ഹാർഡ് അല്ല എങ്കിൽ ഏതെഴുതാം കുട്ടികളെ? ഹാർഡ് അല്ല എങ്കിൽ എന്തെഴുതണം? ഡിഡ് എഴുതണം. ഹാർഡ് അല്ലെങ്കിൽ ഡിഡ്. തുടർന്ന് ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ടായിരിക്കണം, അത് കഴിഞ്ഞിട്ടാണ് വെർബ് എഴുതേണ്ടത്. അപ്പോൾ ഹാർഡ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ വെർബ് എന്തായിരിക്കണം? V3 ആയിരിക്കും. ഡിഡ് വരുന്ന സെന്റൻസ് ആണെങ്കിൽ വെർബ് V1 ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ കേട്ടോ. നോ സൂണർ പ്ലസ് ഹാർഡ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. വെർബ് ഹാർഡ് വരുന്ന സെൻസിൽ V3 ഫോമിൽ വെർബും, ഡിഡ് വരുന്ന സെൻസിൽ V1 എഴുതാം. നോക്കടോ, ഇവിടെ നോ സൂണർ വന്നിട്ടുണ്ട്, ഹാർഡ് എന്ന ഓക്സിലറി വന്നിട്ടുണ്ട്, തെറ്റില്ല. ഹിസ് ഫാദർ എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഹാർഡ് വരുന്നുണ്ട്, കം എന്ന് പറയുന്ന V3 വരുന്നുണ്ട്. കമ്മ്, കെയിം, കം. ഇനി നോക്ക്, മറുഭാഗത്ത് നോ സൂണർ വരുന്ന സെൻസിന്റെ മറുഭാഗത്ത് നോ സൂണർ ദാൻ വരണം. നോ സൂണർ ദാൻ വരണം, THAN ദാൻ വരണം. ഇത്രയാണ് എൻ്റെ പ്രത്യേകത. നോ സൂണർ പ്ലസ് അത് കഴിഞ്ഞിട്ട് ഹാർഡ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ദാൻ. നോക്കിയേ, ഇവിടെ ദെൻ എന്നാണ് കിടക്കുന്നത്. ദെൻ ഒരു കൂട്ടിലെ വരില്ല. അപ്പൊ നമുക്ക് സി ഓപ്ഷനാണ്. ഇവിടെ ദാനാണ് വരേണ്ടത്, ബാക്കിയെല്ലാം നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ദാനാണ് വരേണ്ടത്, ദെന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗമാണ് തെറ്റ്. അടുത്ത ചോദ്യം നോക്കി, സിനോണിം ഫോർ അബ്ഡക്റ്റ് ചെയ്യുക. അബ്ഡക്റ്റ് മീൻസ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുക എന്നിട്ട്. അബ്ഡക്റ്റ് മീൻസ് കിഡ്നാപ്പ്. സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, മോർ ദാൻ 5 സ്റ്റുഡൻസ് ഡാഷ് ഗോയിങ് ടു പിക്നിക്. കണ്ടല്ലോ തന്നിരിക്കുന്ന ചോദ്യം. ഇപ്പൊ മോർ ദാൻ വരുന്ന സെൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. മോർ ദാൻ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലാർ വെർബ്. ഇനി മോർ ദാൻ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. മോർ ദാൻ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്, മോർ ദാൻ പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. ഇവിടെ നോക്കണോ, മോർ ദാൻ കഴിഞ്ഞിട്ട് 5 സ്റ്റുഡൻസ് എന്നാണ്. 5 സ്റ്റുഡൻസ് പ്ലൂറൽ കൊണ്ട് പ്ലൂറൽ വരണം. നമുക്ക് ഈസ് സിംഗുലാർ വരില്ല, ഹാസ് സിംഗുലാർ വരില്ല. 6 കൊണ്ട് ഹാവ് ഉണ്ട്, രണ്ടിൽ ഏതുമാണ് വരാം. ഈസ് കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ ING വരണം, ഹാവ് കഴിഞ്ഞാൽ V3 വരണം. നോക്കടോ, ഇവിടെ ഗോയിങ് ആണ് കിടക്കുന്നത്, അവിടെ ഉത്തരം ഏത് വരുന്നു? 6 അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി, എ പ്ലേസ് വെയർ മങ്സ് ലിവ്. മങ്ക് ജീവിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് മങ്ക്, അല്ലെങ്കിൽ സന്യാസിമാർ ജീവിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് എന്താണ് കൂടുതൽ? മൊണാസ്ട്രി എന്നാണ് പറയുന്നത് കേട്ടോ. മങ്ക് ജീവിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മൊണാസ്ട്രി എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി, ചൂസ് ദ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് ഫോർ ദ ഇഡിയം ഫിറ്റ് അസ് എ ഫിഡിൽ എന്നതിന്റെ മീനിങ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറയില്ലേ ഫിറ്റ് ആയിട്ടിരിക്കുക, ശരീരം ഫിറ്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടിരിക്കുക. ഫിറ്റ് ആയിട്ടിരിക്കുന്ന ശരീരം നല്ല ആരോഗ്യമുള്ള ശരീരമായിരിക്കും. നമുക്ക് ഡൂയിങ് ഗുഡ് ജോബ്, ഇഗ്നോറിങ് സം വൺ, ബീയിങ് ഇൻ ഗുഡ് ഹെൽത്ത്, വർക്ക് ഫാസ്റ്റർ. ഏതാണ് ബീയിങ് ഇൻ ഗുഡ് ഹെൽത്ത്. ഫിറ്റ് അസ് എ ഫിഡിൽ മീൻസ് ഫിറ്റ് ആയിട്ടിരിക്കുക, ശരീരം ഫിറ്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളതായിട്ടിരിക്കുക. ഓക്കെ, ബീയിങ് ഇൻ ഗുഡ് ഹെൽത്ത്. അടുത്ത ചോദ്യം നോക്കിയേ, കൺജങ്ഷൻ. താഴെ തന്നിരിക്കുന്ന ചോദ്യത്തില് അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ കൺജങ്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ കൺജങ്ഷൻ? വാക്കുകളെയോ സെന്റൻസുകളെയോ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കൺജങ്ഷൻ. ഓൺ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനാണ്.
ആൻഡ് എന്ന് പറയുന്നത് ഒരു കൺജങ്ഷനാണ്, രാജു ആൻഡ് രാമു. എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്, റൺ എന്ന് പറയുന്ന വെർബാണ്. ഏതാണ് ഉത്തരം? നമുക്ക് എന്ത് ചെയ്യും? ആൻഡ് ഒരു കൺജങ്ഷനാണ്, ബട്ട് ഒരു കൺജങ്ഷനാണ്, ഓർ ഒരു കൺജങ്ഷനാണ്, എയ്തർ ഓർ ഒരു കൺജങ്ഷനാണ്, അതുപോലെ നൈദർ നോർ ഒരു കൺജങ്ഷനാണ്, നോർ ഒരു കൺജങ്ഷനാണ്, നോട്ട് ഓൺലി ബട്ട് ആൾസോ, നോട്ട് ഓൺലി ബട്ട് ആൾസോ ഒരു കൺജങ്ഷനാണ്, ബട്ട് ആൾസോ ഒരു കൺജങ്ഷനാണ്, ഇഫ് ഒരു കൺജങ്ഷനാണ്, അൺലെസ് അൺലെസ് ഒരു കൺജങ്ഷനാണ്, അസിഫ് ഒരു കൺജങ്ഷനാണ്. അതുപോലെ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത് നോക്കി, ദ ഡോക്ടർ സജസ്റ്റഡ് ഡാഷ് 2 hours വാക്ക്, 2 hours ഡെയിലി. നമുക്ക് 2 വാക്കുണ്ട്, 4 വാക്കിംഗ് ഉണ്ട്, വാക്കിംഗ് ഉണ്ട്, ബൈ വാക്കിംഗ് ഉണ്ട്. ഏത് വരുന്നുണ്ടല്ലേ? അവിടെ നമുക്ക് സജസ്റ്റഡ് എന്ന് പറയുന്ന വെർബാണ്. വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന വാക്ക് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ നമുക്ക് ബാക്കി വെർബാണ് കിടക്കുന്നത്. ING വരുന്ന വാക്ക് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് വാക്കിംഗ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ സജസ്റ്റഡ് വാക്കിംഗ്. അതായത് സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ING വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ജെറണ്ട് എന്ന് പറയും. ജെറണ്ട് ING വരുന്ന വാക്കിനെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ, നൗൺ ആയിട്ട് ഉപയോഗിച്ചാൽ ജെറണ്ട്. വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. അതൊരു വാക്കിംഗ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജെറണ്ടാണ് വരുന്നത്. വാക്കിംഗ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കി, റീമ ഡാഷ് എ ന്യൂ ഹൗസ് ലാസ്റ്റ് മന്ത്. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തില് നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ബോട്ടാണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താണ് ഇവിടെ ലാസ്റ്റ് എന്ന വാക്ക് നിന്ന് ഉത്തരം വീട്ടുവാണ്. നമ്മളൊരു കോഡ് പഠിച്ചല്ലോ, ഏതായിരുന്നു? അലി 2024 പ്ലസ് വീട്ടു എന്നാണ് പഠിച്ചത്. അലി 2024 പ്ലസ് വീട്ടു. എയിൽ വരുന്ന വാക്ക് എഗോ, എല്ലാണെങ്കിലോ ലാസ്റ്റ്, വൈ ആണെങ്കിലോ യെസ്റ്റർഡേ, വൈ ആണെങ്കിൽ യെസ്റ്റർഡേ. 2024 എന്ന് പറഞ്ഞാലാ കഴിഞ്ഞ വർഷങ്ങൾ, കഴിഞ്ഞുപോയ വർഷങ്ങൾ, കഴിഞ്ഞ വർഷം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഉത്തരം വീട്ടു എഴുതുക. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും വീട്ടു. ലാസ്റ്റ് വന്നുള്ള ഉത്തരം ബോട്ട് എഴുതി. അടുത്ത ചോദ്യം നോക്കിയേ, വിച്ച് ഈസ് ദി വിച്ച് വേർഡ് ഈസ് റോങ്ലി സ്പെൽറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്ട് റോങ്ലി സ്പെൽറ്റ് ആയിട്ടുള്ള വാക്ക് സൈമൾട്ടേനിയസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ ആണ്. അതിന്റെ സ്പെല്ലിങ് സിം, നമ്മൾ പഠിച്ചതാണ്. സിം ഉള്ള് ടാൻ, എന്ത് ചെയ്യുന്നുണ്ട്? ടാൻ ഇഒ അസ്, ഇങ്ങനെയാണ് പഠിച്ചത്. സിമ്മുൾ ടാൻ ഇഒ അസ്, സൈമൾട്ടേനിയസ്. സിമ്മ് ഉള്ള് ടാൻ ഇഒ അസ്, സിമ്മ് ഉള്ള് ടാൻ ഇഒ അസ്, സൈമൾട്ടേനിയസ്. അതാണ് അവിടുത്തെ തെറ്റ്. അടുത്ത ചോദ്യം നോക്കിയേ, ലോട്ട് ഓഫ് ഷുഗർ ഡാഷ് പുട്ട് ഇൻ ടു ദ ടീ. ഏതാണ് ഉത്തരം കുട്ടികളെ വരുന്നത്? അവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വെയറുണ്ട്, വോസ് ഉണ്ട്, ആറുണ്ട്, ഹാവ് ഉണ്ട്. ഏത് വരുന്നു? വാസ്. അതായത് മോസ്റ്റ് ഓഫ്, വാക്കുകൾ പഠിച്ച് മോസ്റ്റ് ഓഫ്, അതുപോലെ ലോട്ട്, ലോട്ട് ഓഫ്, അതുപോലെ ഹാഫ് ഓഫ്, ഹാഫ് ഓഫ്, അതുപോലെ പ്ലെന്റി ഓഫ്, പ്ലെന്റി ഓഫ്, അതുപോലെ ആള്, ആൾ ഓഫ്, ആള്, ആൾ ഓഫ്, അതുപോലെ എ ഗ്രേറ്റ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ്, എ ഗുഡ് ഡീൽ, എ ഗുഡ് ഡീൽ ഓഫ്. ഈ വാക്കുകളൊക്കെ കഴിഞ്ഞിട്ട്, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന സബ്ജക്റ്റ് നോക്കണം. സബ്ജക്റ്റ് അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ, എണ്ണാൻ കഴിയാത്ത നാമമാണെങ്കിൽ സിംഗുലാർ വെർബും, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ തുടർന്ന് വരുന്ന ഉത്തരം പ്ലൂറൽ വെർബുമാണ്. കൗണ്ടബിൾ ആണെങ്കിൽ പ്ലൂറലും, അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലാർ. നമുക്ക് ലോട്ട് ഓഫ് വന്നിരിക്കുന്നത് ഷുഗർ അൺകൗണ്ടബിൾ ആണ്, ഉത്തരം സിംഗുലാർ. വാസ് മാത്രമേ ഓപ്ഷനിൽ സിംഗുലാർ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കിയേ, പാസീവ് ഫോം ഓഫ് ഗിവ് ഹിം എ ബുക്ക്. ഗിവ് ഹിം എ ബുക്ക് എന്നതിന്റെ പാസീവ് ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗിവ് എന്ന് പറയുന്ന വെർബാണ്. വെർബിൽ തുടങ്ങുന്ന സെൻറ്റൻസ് ഇമ്പരേറ്റീവ്. ഇക്വേഷൻ എങ്ങനെയാണ് പഠിച്ചത്? ലോബ് V3. ലോബ് V3. എൽ എന്ന് പറഞ്ഞാൽ ലെറ്റ്, പാസീവിന്റെ ഇക്വേഷൻ ആണ്. ഓ ഒബ്ജക്റ്റ്, ബി BEB, B3 എന്ന് പറഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ രൂപം. ലോബ് V3. ആദ്യം ലെറ്റ് ചേർത്തു. ഒബ്ജക്റ്റ് ഏതാ? വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്ക് ഒബ്ജക്റ്റ്, ഹിം ആണ്. ഒബ്ജക്റ്റ് ഒരു മാറ്റവും ഇല്ലാതെ എഴുതാം. പാസീവ് വോയിസിൽ ഇമ്പരേറ്റീവ് സെൻസിൽ ഒബ്ജക്റ്റ് യാതൊരു മാറ്റവും വരുന്നുണ്ട്. അപ്പൊ ലെറ്റ് ഹിം, അത് കഴിഞ്ഞിട്ട് എന്ത് ഇറങ്ങണം? ലെറ്റ് ഹിം, എന്ത് ചെയ്യുന്നവിടെ? ലെറ്റ് ഹിം അല്ലെങ്കിൽ ലെറ്റ് ഹിം എ ബുക്ക്, അല്ലെങ്കിൽ ഇവിടെ ഹിം നമുക്ക് ഒബ്ജക്റ്റ് എടുക്കാം, എ ബുക്കും എടുക്കാം കേട്ടോ. രണ്ടിൽ ഏതാണോ എടുക്കാം.
ലെറ്റ് ഹിം എ ബുക്ക്, ലെറ്റ് ഹിം ബി ബി ഗിവൺ എ ബുക്ക് എന്ന് എഴുതാം. അല്ലെങ്കിൽ ലെറ്റ് എ ബുക്ക് ബി ഗിവൺ, ലെറ്റ് എ ബുക്ക് ബി ഗിവൺ ടു ഹിം എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നമുക്ക് ഏതാണ് നോക്ക്, രണ്ടിൽ ഏത് വേണോ എഴുതാം. ലെറ്റ് ബി വരുന്ന ഓപ്ഷൻ നോക്കി, ഇവിടെ ലെറ്റ് എ ബുക്ക് ബി ഗിവൺ, ഹിം അവിടെ വന്നിട്ടില്ല, അത് വരില്ല. ലെറ്റ് എ ബുക്ക് ബി എന്ത് ചെയ്യുന്നൂടെ, ബി ഗിവൺ ടു ഹിം, കണ്ട ഹിം വന്നിട്ടുണ്ട്. ലെറ്റ് ഇവിടെ ബി വന്നിട്ടില്ല, ഇവിടെ എന്ത് വന്നിരിക്കുന്നു, ലെറ്റ് ദ ബുക്ക് എന്നാണ് നടക്കുന്നത്, വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കി, വി ക്യാൻ ജസ്റ്റ് ഡാഷ് ദ ഔട്ട്ലൈൻ ഓഫ് ദോസ് ഡിസ്റ്റന്റ് മൗണ്ടെയിൻ. മേക്കപ്പ് ഉണ്ട്, മേക്ക് ഔട്ട് ഉണ്ട്, മേക്ക് ഫോർ ഉണ്ട്, മേക്കപ്പ് ഫോർ ഉണ്ട്. ഏത് ഉത്തരം വരുന്നുണ്ടല്ലേ, മേക്ക് ഔട്ട് ആണ്. മേക്ക് ഔട്ട് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ്. മേക്കപ്പ് അപ്ലൈ സംതിങ് അല്ലെങ്കിൽ ടു എന്ത് ചെയ്യുന്നുള്ള റിക്കവർ അല്ലെങ്കിൽ പാച്ച് വർക്ക് ചെയ്യിക്കാം. മേക്ക് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് വേണ്ടി എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിവിടെ മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നാണ്. ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കി, ഷീ ലീവ്സ് ഡാഷ് എ ലൈഫ്, ഡാഷ് ലൈഫ് ദയർ. കണ്ടല്ലോ, ഷീ ലീവ്സ് എ ഡാഷ് ലൈഫ് ദയർ. എലോൺ ഉണ്ട്, ഒള്ളി ഉണ്ട്, ലോൺലി ഉണ്ട്, ലേറ്റ്ലി ഉണ്ട്. ലേറ്റ്ലി ഈ അടുത്തായി, ലോൺലി ഏകാന്തമായിട്ടുള്ളത്, ഒല്ലി ഒന്ന്, എലോൺ ഒറ്റ. ഏതാണ് ഉത്തരം ഉള്ളത്, ലോൺലി ആണ്, ഏകാന്ത ലൈഫ് ലീഡ് ചെയ്യുന്നു. എലോൺ ലൈഫ് അല്ല, ലോൺലി ലൈഫാണ് പറയുന്നത്. ലോൺലി ലൈഫ് ഏകാന്ത ജീവിതം. ലോൺലിനെസ്സിനെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് മോണോഫോബിയ എന്നാണ് പറയുന്നത് കേട്ടോ. മോണോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PHOBIA, മോണോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ അബൌട്ട് ലോൺലിനെസ്. ലോൺലിനെസ്സിനെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് മോണോഫോബിയ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, they have been living here dash 1985. കണ്ടല്ലോ, has been നമുക്ക് തന്നിട്ടും ചോദ്യത്തിൽ has been അല്ലെങ്കിൽ have been അല്ലെങ്കിൽ had been, അതുപോലെ will have been ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് വരാം, സിൻസ് അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം, ഫോർ ഉപയോഗിക്കാം. സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിക്കാം. സിൻസ് പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാനും ഫോർ എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാനും. പീരീഡ് ഓഫ് ടൈം ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ ഫോറും, ഒരു പോയിന്റ് ഓഫ് ടൈം ഒരു ടൈമിനെ മാത്രം സൂചിപ്പിക്കാൻ സിൻസ് ഉപയോഗിക്കാം. ഇവിടെ നോക്കണോ, ഹാവ് ബീൻ വന്നിരിക്കുന്നു. ഇവിടെ 1995 എന്നാണ് പറയുന്നത്, പോയിന്റ് ഓഫ് ടൈം ആണ്. നമുക്ക് ഉത്തരം ഏത് വരുന്നു, സിൻസ് ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു, സിൻസ്. അടുത്ത് നോക്കിയേ, സാം ഈസ് ടു ടൈഡ് ഡാഷ് വാക്ക്. കണ്ടല്ലോ, അവിടെ ഫോർ ഉണ്ട്, ടു ഉണ്ട്, ബൈ ഉണ്ട്, ഏതുണ്ട്, അറ്റുണ്ട്. ഇപ്പം ടൈഡ് ഓഫ് ചിലപ്പോൾ ഇതിൽ ഓഫും വരും കേട്ടോ. ഓഫും കൂടെ വരണമെങ്കിൽ കുറച്ചും കൂടെ ഓപ്ഷൻ നന്നായിട്ട് കടുത്താൻ. ടൈഡ് കഴിഞ്ഞാൽ ഓഫാണ് പറയുന്നത് പൊതുവെ. പക്ഷെ നിങ്ങൾ നോക്കിയാണ് ടു എന്ന വാക്കിനോടൊപ്പം ടു വന്നു കഴിഞ്ഞാൽ മർഫാത്ത് ടു ആണ് വരും. ടു ഒരു കൺജങ്ഷനാണ്. ടു വന്നിട്ടുണ്ടെങ്കിൽ മർഫാത്ത് ടു. നോട്ട് ഒള്ളി വന്നു കഴിഞ്ഞാൽ നോട്ട് ഒള്ളി വന്നു കഴിഞ്ഞാൽ മർഫാത്ത് ഏതാണ് നോട്ടിലെ, ബട്ട് ആൾസോ. സോ വരുന്ന സെൻസിന് മർഫാത്ത് ഏതാണ്ട് ദാറ്റ്. ഹാർഡ്ലി വരുന്ന സെൻസിന് മർഫാത്ത് ഏതാണ്, ഹാർഡ്ലി വരുന്ന സെൻസിന്റെ മർഫാത്ത് ഹാർഡ്ലി വെൻ ആണ് വരുന്നത്. ഹാർഡ്ലി ബെയർലിയൊക്കെ വന്നാൽ വെൻ ആണ്. ഇത് കോംബോ കൺജങ്ഷൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗെദർ. ഉണ്ടല്ലോ, ഇവിടെ ഡ്രിങ്കിങ് INGയിലുള്ള വാക്കുകളാണെങ്കിൽ ഇറ്റാണ് നമ്മൾ സബ്ജക്റ്റ് എടുക്കേണ്ടത്. എന്നാൽ രണ്ട് INGയിലെ വാക്കുകൾ നടക്കുന്നു. ഇപ്പൊ രണ്ട് കാര്യങ്ങളല്ലേ, രണ്ട് കാര്യങ്ങൾ പ്ലൂറലാണ്. ദേ എടുക്കാം, സബ്ജക്റ്റ് ദേ എടുക്കാം. ഇനി നോട്ട് വരുന്നതുകൊണ്ട് സെൻസ് നെഗറ്റീവ് ആണ്. ഇനി ഡു അവിടെ ഓക്സിലറി നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ഡു ദേ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു, ഡു ദേ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ INGയിലുള്ള വാക്കുകളാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇറ്റാണ് സബ്ജക്റ്റ് എടുക്കുന്നത്. ഇവിടെ രണ്ട് INGയിലെ വാക്കുകൾ, നമ്മൾ രാമു ആൻഡ് രാജു എന്ന് പറഞ്ഞാൽ ഹി എടുക്കോ ദേ എടുക്കണം. അതാണ് അവിടെ വരുന്നത്. ഇവിടെ ദേ ഉത്തരമായി. രണ്ട് ING ആയതുകൊണ്ട് രണ്ടും കൂടി ചേർത്തിട്ട് ദേ എടുക്കുന്നു. അടുത്ത ചോദ്യം നോക്കി, ദിസ് ഈസ് ദ സ്പോട്ട് ഡാഷ് ദ ആക്സിഡന്റ് ടുക്ക് പ്ലേസ്. ഇതാണ് ആ സ്ഥലം. ഇവിടെ അല്ലെങ്കിൽ അവിടെ. സ്ഥലത്തെ കുറിച്ച് ഇനി ഏത് ഉപയോഗിക്കാൻ പറഞ്ഞുകൊണ്ടല്ലേ, വെയർ ഉപയോഗിക്കാൻ പറഞ്ഞു. നമ്മൾ നേരത്തെ ആദ്യത്തെ ചോദ്യം നോക്കിയാണ്, സ്ഥലങ്ങളെ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ വെയർ ഉപയോഗിക്കുക. വെയർ ദ ആക്സിഡന്റ് ടുക്ക് പ്ലേസ് വരുന്നു. അടുത്ത ചോദ്യം നോക്കി, ദ ജെറണ്ട് ഫോം ഓഫ് റൺ എന്ന് പറയുന്ന വാക്കിന്റെ ജെറണ്ട് എന്താണ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് INGയിൽ വരുന്ന വാക്ക് റണ്ണിങ് ആണ്. അപ്പൊ നോക്കിയേ, വെർബിന് V1 ഫോം ഉണ്ട്, V2 ഉണ്ട്, അതുപോലെ V3 ഉണ്ട്, V4 ഉണ്ട്, SES IES രൂപമുണ്ട്.
V1 പറയുന്ന പേരാണ് പ്രസന്റ് ഫോം ഓഫ് വെർബ് എന്നാണ് പറയുന്നത്. പ്രസന്റ് ഫോം ഓഫ് വെർബ്. V2 ആണെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് വെർബ് ആണ്. V3 പറയുന്ന പേരാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത് കേട്ടോ. V4 എന്ന് പറയുന്ന ING രൂപം എന്ന് പറയും, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ല. V3 പറയുന്ന പേരാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. V4 എന്ന് പറയുന്ന ING രൂപം എന്ന് പറയാം, അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. പ്രസന്റ് പാർട്ടിസിപ്പിൾ. SOR ESലുള്ള വെർബുകൾക്ക് പറയുന്ന പേര് സിംഗുലാർ വെർബുകൾ എന്നാണ്. പ്രസന്റ് ഫോം ഓഫ് വെർബാണ്, സിംഗുലാർ വെർബാണ്. ഓക്കെ, ഇത്രയും ഓർമ്മയിരിക്കുക. V4 ഇത് വെർബാണ്. ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ING വരുന്ന വാക്കുകൾക്ക് പറയുന്ന പേര്. ING വരുന്ന വാക്കുകളെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ ജെറണ്ട്, ING വരുന്ന വാക്കിനെ വെർബായിട്ട് ഉപയോഗിച്ചാൽ പറയുന്ന പേര് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. ഓക്കെ, രണ്ടും കാഴ്ചയിലൊന്നാണ്. ഈസ്, ആമ്, ആറ്, വാസ്, വേറ് എന്ത് ചെയ്യുന്നൂടെ ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നൂടെ ING വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ജെറണ്ട് എന്നാണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ വെർബ് എന്നാണ്. സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ING വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ജെറണ്ട് എന്നാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കി. ദ പോലീസ് ഡാഷ് വിജിലന്റ്. കണ്ടല്ലോ, പോലീസ് എന്ത് ചെയ്യും? പോലീസ്, പിന്നെ ആർമി, അതുപോലെ ഗവൺമെന്റ്, ഷീപ്പ്, ക്യാറ്റില്, ഇത്തരം വാക്കുകളെല്ലാം പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ദ പോലീസ് ആർ എന്ത് ചെയ്യുന്നത്? വിജിലന്റ് അവിടെ വരുന്നത്. വേറെ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ്, ഇപ്പം അല്ലെന്നാണ്. അതുകൊണ്ടാണ് വേറെ എടുക്കാറ്. ഓക്കെ, എന്നാൽ പോലീസ് മാൻ എന്നാണ് കിടക്കുന്നതെങ്കിൽ ആ കുട്ടികളെ പോലീസ് മാൻ എന്നാണ് കിടക്കുന്നതെങ്കിൽ തുടർന്ന് വരുന്ന ഉത്തരം സിംഗുലാർ വെർബ്. പോലീസ് മാൻ സിംഗുലാർ ആണ്, സിംഗുലാർ. പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പ്ലൂറലാണ്. എന്നാൽ പോലീസ് മെൻ എന്നാണ് കിടക്കുന്നതെങ്കിലാ പോലീസ് മെൻ എന്നാണ് കിടക്കുന്നതെങ്കിൽ ഉത്തരം ഏത് വരും? മെന്ന്, മാൻ്റെ പ്ലൂറലാണ്. എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് പ്ലൂറൽ വെർബ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. ബ്യൂട്ടിഫുൾ. ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച് വിച്ച് ഈസ് അണ്ടർലൈൻഡ്. ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. നമുക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നൗണാണ്. അതിൻ്റെ വിശേഷണമാണ് ഏതെന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ. നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേര് അഡ്ജക്റ്റീവ്. വെർബിനെ വിശേഷിപ്പിച്ചാൽ അതിന് പറയുന്ന പേരാണ് ആഡ്വർബ്. ഓക്കെ, അടുത്ത് നോക്കി. സംബഡി ഡാഷ് ദ ബുക്ക്. കണ്ടല്ലോ, തന്നിരിക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഹാസ് ടേക്കൺ ഉണ്ട്, ഹാവ് ടേക്കൺ ഉണ്ട്, ടേക്കിംഗ് ഉണ്ട്, ഹാസ് ടേക്കൺ ഉണ്ട്, ഈസ് ടേക്കൺ ഉണ്ട്. ഏത് വരുന്നത്? ഹാസ് ടേക്കൺ വരുന്നു. സംബഡി, സംബഡി, അതുപോലെ സമ്മൺ, സംബഡി, സമ്മൺ, സംബഡി, സമ്മണ്, സംതിങ്, സംബഡി, സമ്മണ്, സംതിങ്. അതുപോലെ അടുത്ത വാക്കാണ് എനിബഡി, എനിബഡി, എനിവണ്, എനിബഡി, എനിവണ്, എനിത്തിങ്. അതുപോലെ നോബഡി ആണെങ്കിലോ നോബഡി, നോവണ്, നണ്ണ്, നത്തിങ്. അതുപോലെ എവരിബഡി, എവരിബഡി, എവരിവണ്, എവരിത്തിങ്. പഠിക്കാൻ വളരെ എളുപ്പമാണ് ആ വാക്കുകൾ, പാടുള്ളതല്ല. സംബഡി, സമ്മൺ, സംതിങ്, എനിബഡി, എനിവൺ, എനിത്തിങ്, നോബഡി, നോവൺ, നണ്ണ്, നത്തിങ്, എവരിബഡി, എവരിവൺ, എവരിത്തിങ്. ഇത്തരത്തിലുള്ള വാക്കുകൾ ഏത് കഴിഞ്ഞാൽ ഉത്തരം സിംഗുലാർ വെർബ്. ഇവിടെ ഈസും സിംഗുലാർ ആണ്, പക്ഷേ ഈസ് കഴിഞ്ഞാൽ ING ആണ് വരുന്നത്. അതുകൊണ്ടാണ് അതെടുക്കാത്തത്. ഹാസ്, ഹാവ്, ഹാഡ് കഴിഞ്ഞാൽ V3 ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? ടേക്കൺ എന്ന വെർബ്. ക്ലിയർ ആണോ? അടുത്ത് നോക്കിയേ. ദ ഫീമെയിൽ ഓഫ് ഷീപ്പ്. ഷീപ്പിന്റെ ഫീമെയിൽ ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്ട് യു ആണ്. യു എന്നാണ് ഉച്ചരിക്കുന്നത്. EW എന്ത് ചെയ്യുന്നത്? EWE, യു എന്നാണ് ഉച്ചരിക്കുന്നത്. വാ, ഷീപ്പിന്റെ ഫീമെയിൽ ആണ് യു എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് മുന്നിൽ ചേർക്കുന്ന ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ AU എന്നാണ് ഉച്ചരിക്കുന്നത്. AU എന്നാണ് പറയുന്നത് കേട്ടോ. AU. എന്നാൽ ഈവ്, EVE, ഇതിന്റെ മുന്നിൽ ചേർക്കും. ഇത് ഈവ് എന്നാണ് ഉച്ചരിക്കുന്നത്. ആൻ ഈവ് എന്നാണ് പറയുന്നത്. ആൻ ഈവ്. മറക്കല്ലേ, ആർട്ടിക്കിളും കൂടെ ചേർക്കാം. ഓക്കെ, അപ്പൊ നമ്മളിന്ന് നോക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ചോദ്യങ്ങളാണ് നോക്കിയിട്ടുള്ളത്? നമ്മളിന്ന് എന്ത് ചെയ്യുന്നത്? ഒരു 19 ചോദ്യങ്ങളാണ് നോക്കിയത്. അപ്പൊ എല്ലാവരും എന്നോടൊപ്പം എത്ര മാർക്ക് കിട്ടി, എത്ര ചോദ്യമാണെങ്കിലും ആ മാർക്ക് എത്ര കിട്ടി എന്നൊന്ന് കൗണ്ട് ചെയ്ത് എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ആ മാർക്കുകളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് എന്ത് ചെയ്യുന്നത്? എഴുതിയെടുത്തൊന്ന് പഠിക്കുക. എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസറുകൾ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.